ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് ഇന്ന് 6357 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 6793 പേർക്ക് രോഗമുക്തി. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 10.33%. കോവിഡ് പശ്ചാത്തലത്തിലും രാജ്യമെങ്ങും നിയന്ത്രണങ്ങൾ പാലിച്ച് ദീപാവലി ആഘോഷം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഘോഷം ജയ്സാൽമീറിൽ സൈനികർക്കൊപ്പം. സംസ്ഥാനത്ത് സ്കൂളുകൾ തുറക്കുന്നത് സംബന്ധിച്ച് ഈ ഘട്ടത്തിൽ പറയാനാകില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഓൺലൈൻ പഠനം കുട്ടികൾക്ക് കൂടുതൽ അവസരം നൽകിയെന്നും മുഖ്യമന്ത്രി. കിഫ്ബിക്കെതിരെ ഗൂഢാലോചനയെന്ന് ധനമന്ത്രി തോമസ് ഐസക്. ധനമന്ത്രി ചട്ടലംഘനം നടത്തിയെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ സഞ്ജയ് കുമാർ മിശ്രയുടെ കാലാവധി കേന്ദ്ര സർക്കാർ ഒരു വർഷത്തേക്ക് കൂടി നീട്ടി. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് ഇന്ന് 6357 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. എറണാകുളം 860, തൃശൂർ 759, കോഴിക്കോട് 710, മലപ്പുറം 673, ആലപ്പുഴ 542, കൊല്ലം 530, തിരുവനന്തപുരം 468, പാലക്കാട് 467, കോട്ടയം 425, കണ്ണൂർ 363, വയനാട് 171, പത്തനംതിട്ട 143, കാസർഗോഡ് 139, ഇടുക്കി 107 എന്നിങ്ങനെയാണ് ഇന്ന് രോഗം സ്ഥിരീകരിച്ചത്. 6793 പേർ ഇന്ന് രോഗമുക്തരായി. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 61,553 സാമ്പിളുകൾ പരിശോധിച്ചു. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 10.33%. 26 മരണം ഇന്ന് കോവിഡ്-19 മൂലമാണെന്ന് സ്ഥിരീകരിച്ചതോടെ ആകെ മരണസംഖ്യ 1848 ആയി. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 5542 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 645 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 107 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ്. 63 ആരോഗ്യ പ്രവർത്തകർക്കും രോഗം സ്ഥിരീകരിച്ചു. 76,927 പേരാണ് ഇനി ചികിത്സയിലുള്ളത്. 4,41,523 പേർ ഇതുവരെ കോവിഡിൽ നിന്നും മുക്തി നേടി. വിവിധ ജില്ലകളിലായി 3,19,481 പേർ ഇപ്പോൾ നിരീക്ഷണത്തിലുണ്ട്. ഇന്ന് 2 പുതിയ ഹോട്ട്സ്പോട്ടുകളാണുള്ളത്. 5 പ്രദേശങ്ങളെ ഒഴിവാക്കി. ആകെ 609 ഹോട്ട്സ്പോട്ടുകളാണ് സംസ്ഥാനത്തുള്ളത്. ഓൺലൈൻ വിദ്യാഭ്യാസം കുട്ടികൾക്ക് മികച്ച അവസരമാണ് ഒരുക്കിയതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാന ശിശുക്ഷേമ സമിതിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ശിശുദിന ആഘോഷങ്ങൾ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കുഞ്ഞുനാളിൽ തന്നെ ഓൺലൈൻ വിദ്യാഭ്യാസം നേടാനായത് ഭാവിയിൽ കുട്ടികൾക്ക് ഉപകരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഓൺലൈനിൽ മാത്രം വിദ്യാഭ്യാസം നടത്താൻ കുട്ടികളാരും ആഗ്രഹിക്കുന്നില്ല. കോവിഡ് മഹാമാരി നിയന്ത്രിക്കപ്പെട്ടാൽ ആ ഘട്ടത്തിൽ മാനദണ്ഡങ്ങൾ പാലിച്ച് സ്കൂളുകൾ തുറക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അത് എപ്പോഴാണെന്ന് ഇപ്പോൾ പറയാനാകില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഏറ്റവും അടുത്ത അവസരം ഏതാണ്? ആ ഘട്ടത്തിൽ സ്കൂൾ തുറക്കുക തന്നെ ചെയ്യും. അതിലേറ്റവും പ്രധാനം ഈ കോവിഡ് എന്ന മഹാമാരി നല്ല തോതിൽ നിയന്ത്രിക്കപ്പെടണമെന്നുള്ളത്. കോവിഡിനെ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞുവെന്ന സ്ഥിതി ഉണ്ടായാൽ നിങ്ങളുടെ വിദ്യാലയങ്ങൾ തുറക്കുന്ന സ്ഥിതി തന്നെയാണ്. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് വിദ്യാലയങ്ങൾ തുറക്കുന്ന നിലയാണ് സ്വീകരിക്കുക. എപ്പോഴെന്നത് ഇപ്പോൾ പറയാവുന്നതല്ല. കോവിഡിന്റെ സ്ഥിതിയെ ആശ്രയിച്ച് മാത്രമേ അത് തീരുമാനിക്കാൻ കഴിയൂ. ഇന്റർനെറ്റിന്റെ ദുരുപയോഗ കാര്യത്തിൽ നാം ജാഗ്രത പാലിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കാസർഗോഡ് ജില്ലയിൽ കോവിഡ് പരിശോധന വ്യാപകമാക്കാനുള്ള നടപടികൾ ആരംഭിച്ചു. നഗരങ്ങൾ കേന്ദ്രീകരിച്ച് ആന്റിജൻ പരിശോധന വർദ്ധിപ്പിക്കുന്നതിന് കിയോസ്ക് സ്ഥാപിച്ചിരിക്കുകയാണ്. ആകാശവാണി കാസർഗോഡ് പ്രതിനിധി പി ജഗന്നിവാസന്റെ റിപ്പോർട്ട്. കോവിഡ് പരിശോധന വ്യാപകമാവുന്നതിന്റെ ഭാഗമായി നഗരങ്ങൾ കേന്ദ്രീകരിച്ച് പരിശോധനാ സൌകര്യം വരുന്നു. ഇതിന് മുന്നോടിയായി കാസർഗോഡ് ജില്ലയിലെ ആദ്യത്തെ പരിശോധനാ കേന്ദ്രം കാഞ്ഞങ്ങാട്ട് തുടങ്ങി. ബസ് സ്റ്റാൻഡ് ഷോപ്പിംഗ് കോംപ്ലക്സിലെ പോലീസ് എയ്ഡ് പോസ്റ്റിന് മുന്നിലാണ് കിയോസ്ക് സ്ഥാപിച്ചത്. ആന്റിജൻ പരിശോധനയാണ് ഇവിടെ നടത്തുന്നത്. നഗരങ്ങളിൽ ജോലി ചെയ്യുന്ന ചുമട്ടുതൊഴിലാളികൾ, ഡ്രൈവർമാർ, മറ്റു തൊഴിലാളികൾ എന്നിവരുടെ സൌകര്യം കണക്കിലെടുത്താണ് പരിശോധനാ കേന്ദ്രം തുടങ്ങിയത്. നഗരത്തിൽ എത്തുന്നവർക്കും കേന്ദ്രത്തിന്റെ സേവനം ഉപയോഗപ്പെടുത്താം. ഒരു ദിവസം 50 പേരെയെങ്കിലും പരിശോധിക്കുക എന്നതാണ് ലക്ഷ്യം. കിയോസ്കിന് സമീപത്തെ കൌണ്ടറിൽ പേര് രജിസ്റ്റർ ചെയ്തതിന് ശേഷമാണ് പരിശോധന. അരമണിക്കൂറിനകം പരിശോധന ഫലം മൊബൈൽ നമ്പർ ലഭിക്കും. പോസിറ്റീവ് ആയാലാണ് അറിയിക്കുന്നത്. ഇന്നലെ കേന്ദ്രത്തിൽ 3 പേരാണ് പരിശോധനയ്ക്ക് എത്തിയത്. 3 പേരുടെയും ഫലം നെഗറ്റീവായിരുന്നു. തിന്മയുടെ മേൽ നന്മ വിജയം വരിച്ചതിന്റെ സ്മരണയിൽ രാജ്യം ഇന്ന് ദീപാവലി ആഘോഷിച്ചു. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്നലെ തന്നെ ദീപാവലി ആഘോഷം ആരംഭിച്ചിരുന്നു. കോവിഡ് പശ്ചാത്തലത്തിൽ ആൾക്കൂട്ടങ്ങൾ ഒഴിവാക്കിയായിരുന്നു ആഘോഷം. സ്വന്തം മക്കളെ അതിർത്തിയിൽ രാഷ്ട്രസേവനത്തിനായി അയച്ച രക്ഷിതാക്കളെയും കുടുംബാംഗങ്ങളെയും ദീപാവലി ആഘോഷവേളയിൽ പ്രണമിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി.
ജയ്സാൽമീറിൽ സൈനികരെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. മഞ്ഞുമൂടിയ പർവ്വതത്തിലാണെങ്കിലും മരുഭൂമിയിലാണെങ്കിലും സൈനികർക്കൊപ്പം മാത്രമേ തന്റെ ദീപാവലി ആഘോഷങ്ങൾ പൂർണ്ണമാവുകയുള്ളൂവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. കുട്ടികൾക്ക് ഏത് സമയത്തും നിർഭയരായി പരാതി നൽകാനുള്ള അന്തരീക്ഷം പോലീസ് സ്റ്റേഷനുകളിൽ സൃഷ്ടിക്കാനാണ് ശ്രമിക്കുന്നതെന്ന് സംസ്ഥാന പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ. സംസ്ഥാനത്തെ 15 പോലീസ് സ്റ്റേഷനുകളിൽ പുതുതായി ആരംഭിച്ച ശിശു സൌഹൃദ കേന്ദ്രങ്ങളുടെ ഉദ്ഘാടനം വീഡിയോ കോൺഫറൻസിംഗിലൂടെ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. പക്ഷി മൃഗാദികൾക്കും സമഗ്രമായ രോഗപ്രതിരോധ ശൃംഖല ആവശ്യമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇന്ത്യൻ വെറ്ററിനറി അസോസിയേഷൻ സംഘടിപ്പിച്ച 12ാമത് വെറ്ററിനറി സയൻസ് കോൺഗ്രസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ. ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക. ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക. നിർബന്ധമായും മാസ്ക് ധരിക്കുക. പനിയോ ചുമയോ ശ്വാസതടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075ലും ദിശയുടെ 1056ലും ബന്ധപ്പെടാം. കിഫ്ബിക്കെതിരെ ബിജെപിയും കോൺഗ്രസും രാഷ്ട്രീയ ഗൂഢാലോചനയിൽ ഏർപ്പെട്ടിരിക്കുകയാണെന്ന് ധനമന്ത്രി തോമസ് ഐസക്. കെപിസിസി നേതാവ് മുഖേന ഹൈക്കോടതിയിൽ നൽകിയിട്ടുള്ള റിട്ട് ഹർജി ഇതിന് തെളിവാണെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കിഫ്ബി വായ്പകൾ ഓഫ് ബജറ്റ് വായ്പകളാണെന്ന ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും ധനമന്ത്രി പറഞ്ഞു. ധനമന്ത്രി തോമസ് ഐസക് ഗുരുതര ചട്ടലംഘനം നടത്തിയെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. നിയമസഭയുടെ മേശപ്പുറത്ത് വയ്ക്കാത്ത ഏത് റിപ്പോർട്ടിനെപ്പറ്റി എങ്ങനെയാണ് ധനമന്ത്രിക്ക് പരാമർശിക്കാൻ സാധിക്കുന്നതെന്ന് ശ്രീ രമേശ് ചെന്നിത്തല ആരാഞ്ഞു. കിഫ്ബി സംബന്ധിച്ച് സിഎജി തയ്യാറാക്കിയ കരട് റിപ്പോർട്ട് അട്ടിമറിയാണെന്നും രാഷ്ട്രീയ ഗൂഢാലോചനയാണെന്നും ധനമന്ത്രി തന്നെ പറയുന്നത് അപഹാസ്യമാണെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പ്രസ്താവനയിൽ പറഞ്ഞു. അഴിമതികൾക്കും തട്ടിപ്പുകൾക്കുമെതിരെ ആര് വന്നാലും അത് സർക്കാരിനെതിരെയുള്ള ഗൂഢാലോചനയാക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം പൂർണ്ണമായും ഹരിത പെരുമാറ്റച്ചട്ടപ്രകാരമായിരിക്കണമെന്ന് കണ്ണൂർ ജില്ലാ കളക്ടർ ടി വി സുഭാഷ് നിർദ്ദേശിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ പ്രതിനിധി കെ ഒ ശശിധരൻ. പ്രചാരണത്തിനായി സ്ഥാനാർത്ഥികളും രാഷ്ട്രീയ പാർട്ടികളും പരിസ്ഥിതി സൌഹൃദവും മണ്ണിൽ അലിഞ്ഞു ചേരുന്നതും പുനഃചക്രമണം സാധ്യമാവുന്നതുമായ വസ്തുക്കൾ മാത്രമേ ഉപയോഗിക്കാവൂ. പ്ലാസ്റ്റിക്, PVC എന്നിവയിൽ നിർമ്മിച്ച ബോർഡുകൾ, ബാനറുകൾ, കൊടിത്തോരണങ്ങൾ എന്നിവ പാടില്ല. പ്രചരണ വസ്തുക്കൾ സ്ഥാപിക്കുന്നതിനായി പ്ലാസ്റ്റിക് പേപ്പറുകൾ, നൂലുകൾ, റിബണുകൾ എന്നിവയും ഉപയോഗിക്കരുത്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലുടൻ എല്ലാ സ്ഥാനാർത്ഥികളും രാഷ്ട്രീയ കക്ഷികളും സ്ഥാപിച്ച തെരഞ്ഞെടുപ്പ് പരസ്യങ്ങൾ സ്വന്തമായി നീക്കം ചെയ്ത് നശിപ്പിക്കുകയോ പുനഃചക്രമണം ചെയ്യുന്നതിന് ബന്ധപ്പെട്ട ഏജൻസികൾക്ക് കൈമാറുകയോ വേണം. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എല്ലാ ഔദ്യോഗിക ആവശ്യങ്ങൾക്കും കോട്ടൺ തുണി, പേപ്പർ, പോളിയെത്തലീൻ തുടങ്ങിയ പ്രകൃതി സൌഹൃദ വസ്തുക്കൾ മാത്രമേ ഉപയോഗിക്കാവൂ എന്നും ജില്ലാ കലക്ടർ വ്യക്തമാക്കി. എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ സഞ്ജയ് കുമാർ മിശ്രയുടെ കാലാവധി കേന്ദ്ര സർക്കാർ ഒരു വർഷത്തേക്ക് നീട്ടി. നവംബർ 18നാണ് ശ്രീ സഞ്ജയ് മിശ്ര വിരമിക്കേണ്ടിയിരുന്നത്. ചരിത്രത്തിൽ ആദ്യമായാണ് ഇഡി ഡയറക്ടറുടെ കാലാവധി നീട്ടി നൽകുന്നത്. കേരളത്തിലെ സഹകരണ മേഖലയുടെ പ്രവർത്തനം രാജ്യത്തിന് തന്നെ അഭിമാനം പകരുന്നതാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അഖിലേന്ത്യാ സഹകരണ വാരാഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം വെർച്വലായി നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. രാജ്യത്തെ കോവിഡ് രോഗമുക്തി നിരക്ക് 93.05%. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 47,000-ത്തിലധികം പേർ രോഗമുക്തി നേടി. ആകെ രോഗബാധിതരിൽ 5.48% പേർ മാത്രമാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ ഇപ്പോൾ മുഹൂർത്ത വ്യാപാരം നടക്കുകയാണ്. ദീപാവലിയോടനുബന്ധിച്ച് സംവത് 2077 തുടക്കം കുറിച്ചാണ് മുഹൂർത്ത വ്യാപാരം നടക്കുന്നത്. വൈകിട്ട് 6:15 ആരംഭിച്ച വ്യാപാരം 7:15 വരെ തുടരും. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ അടുത്ത 5 ദിവസം മഴയ്ക്ക് സാധ്യത. ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും കോട്ടയം, എറണാകുളം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മഹാരാഷ്ട്രയിലുണ്ടായ വാഹനാപകടത്തിൽ 5 മലയാളികൾ മരിച്ചു. 7 പേർക്ക് പരിക്ക്. ഇന്ന് പുലർച്ചെയാണ് സംഭവം. മലപ്പുറത്ത് വാഹനാപകടത്തിൽ നവദമ്പതികൾ മരിച്ചു. ദേശീയപാത കാക്കാഞ്ചേരി സ്പിന്നിംഗ് മില്ലിന് സമീപമാണ് സംഭവം. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് ഇന്ന് 6357 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 6793 പേർക്ക് രോഗമുക്തി. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 10.33%. കോവിഡ് പശ്ചാത്തലത്തിലും രാജ്യമെങ്ങും നിയന്ത്രണങ്ങൾ പാലിച്ച് ദീപാവലി ആഘോഷം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഘോഷം ജയ്സാൽമീറിൽ സൈനികർക്കൊപ്പം. സംസ്ഥാനത്ത് സ്കൂളുകൾ തുറക്കുന്നത് സംബന്ധിച്ച് ഈ ഘട്ടത്തിൽ പറയാനാകില്ലെന്ന് മുഖ്യമന്ത്രി. ഓൺലൈൻ പഠനം കുട്ടികൾക്ക് കൂടുതൽ അവസരം നൽകിയെന്നും മുഖ്യമന്ത്രി. കിഫ്ബിക്കെതിരെ ഗൂഢാലോചനയെന്ന് ധനമന്ത്രി തോമസ് ഐസക്. ധനമന്ത്രി ചട്ടലംഘനം നടത്തിയെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ സഞ്ജയ് കുമാർ മിശ്രയുടെ കാലാവധി കേന്ദ്ര സർക്കാർ ഒരു വർഷത്തേക്ക് കൂടി നീട്ടി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 7:25-ന്.